കൈനിറയ സിനിമകളോ എടുത്തു പറയത്തക്ക ഹിറ്റ് സിനിമകളോ ഇല്ലാതെയാണ് മോഹൻലാൽ അടുത്ത കാലത്തായി മുന്നേറിയത്. പ്രഖ്യാപനം മുതൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന സിനിമകൾക്ക് റിലീസ് ചെയ്തപ്പോൾ മികച്ച പ്രതികരണമോ കളക്ഷനോ സ്വന്തമാക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചില്ലറ വിമർശനങ്ങളായിരുന്നില്ല അദ്ദേഹത്തെ തേടിയെത്തിയത്. എല്ലാവിധ വിമർശനങ്ങളെയും കാറ്റിൽ പറത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ. അതിന് കാരണക്കാരനായതോ പൃഥ്വിരാജും. ഇരുവരും ചേർന്നുള്ള വരവിൽ ബോക്സ് ഓഫീസും കുലുങ്ങിയിരിക്കുകയാണ്. ഭാവിയിൽ സംവിധായകനായി വരുമെന്നും മോഹൻലാലിനെ ആയിരിക്കും നായകനാക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് പൃഥ്വിരാജ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കേരളത്തിലെ ബോക്സ് ഓഫീസ് മാത്രമല്ല, ആഗോളതലത്തിലും സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കിയാണ് സിനിമ മുന്നേറുന്നത്. പ്രദർശനത്തിന്റെ കാര്യത്തിലായാലും ബോക്സ് ഓഫീസ് പ്രകടനത്തിലായാലും സിനിമ മുന്നേറുകയാണ്. ഇതിനിടെ ലൂസിഫർ എന്ന പേരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ പൊടിപിടിച്ചിരുന്നു. ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെയാണ് വിമർശനവുമായി കേരള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് എന്ന സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. സഭയെയും ക്രിസ്തീയ മൂല്യങ്ങളെയും പരിശുദ്ധ കൂദാശകളെയും അപമാനിച്ച ശേഷം സാത്താനും അവന്റെ നാമത്തിനും കയ്യടിയും ആർപ്പുവിളിയും വാങ്ങിക്കൊടുക്കുന്നതാണ് മലയാള സിനിമാ വ്യവസായം എന്നായിരുന്നു സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ച് ഒരു വൈദികനും രംഗത്തെത്തിയിരുന്നു. ലൂസിഫർ എന്നത് സാത്താന്റെ നാമമായാണ് ക്രൈസ്തവർ കരുതുന്നത്. അത് സകല തലമുറയ്ക്കും ശപിക്കപ്പെട്ട നാമമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ലൂസിഫർ ബൈബിളിൽ ആരാണ്? തിരുവെഴുത്തുകളിൽ പരാമർശിച്ചിരിക്കുന്ന 3 പ്രധാന ദൂതന്മാരിൽ ഒന്നാണ് ലൂസിഫർ. എല്ലാ ദൂതന്മാരെയും പോലെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്നാൽ അവന്റെ ജോലി മറ്റു ദൂതന്മാരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കവറിംഗ് ഏഞ്ചൽ എന്നാണ് അവനെക്കുറിച്ച് പരാമർശിച്ചിരുന്നത്. മറയ്ക്കുന്ന ഗരൂബ് എന്നാണത്. ഉടമ്പടി പേടകത്തിന്റെ കൃപാസനം കാക്കാൻ പ്രത്യേക മാലാഖ ഉണ്ടായിരുന്നതുപോലെ ലൂസിഫറിനെ ദൈവം ഏൽപ്പിച്ചത് ആരാധനയുടെ ചുമതലയാണ്. സ്വർഗത്തിന്റെ സിംഹഭാഗവും നിറഞ്ഞു നിൽക്കുന്ന മിനിസ്ട്രിയുടെ ചുമതലയായിരുന്നു അവന് നൽകപ്പെട്ടിരുന്നത്. നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നുവെന്ന് ബൈബിളിലെ എസെക്കിയേൽ പുസ്തകത്തിലെ 28-ാം അധ്യായത്തിൽ ലൂസിഫറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉയർന്ന പദവി ലഭിച്ചിരുന്ന ദൂതന്മാരുടെ തലവനായിരുന്നു ലൂസിഫർ. ലൂസിഫറിന്റെ സൗന്ദര്യം വിസ്മയിപ്പിക്കുന്നതും നീതി സൗമ്യന്യമായിരുന്നു. മറ്റു ദൂതന്മാരിൽ നിന്നും അവൻ ഒരുപടി മുന്നിലായിരുന്നു. ബുദ്ധിയിലും സൗന്ദര്യത്തിലുമെല്ലാം അവൻ മുൻപന്തിയിൽ. ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് അവൻ അറിവുണ്ടായിരുന്നു. അങ്ങനെ ദൈവസേവനത്തിൽ ഏർപ്പെട്ടിരിക്കെ ദൈവത്തെ പോലെ ആകണമെന്ന് അവന് തോന്നി. ഗർവ്, അസൂയ, അസംതൃപ്തി, ഉന്നതഭാവം മുതലായ പാപങ്ങൾ അവനിലുണ്ടായി. ദൈവത്തെ സിംഹാസനഭ്രഷ്ടനാക്കുവാൻ ശ്രമിക്കുകയും എല്ലാവരും തന്നെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് സ്വർഗീയ ഭരണകൂടത്തിനെതിരായ ഏറ്റവും വലിയ കുറ്റമായിരുന്നു. 3-1 ദൂതന്മാർ ലൂസിഫറിനൊപ്പം ചേർന്നതോടുകൂടി സ്വർഗത്തിൽ കലാപം ആരംഭിച്ചു. ലൂസിഫറിനെയും അവന്റെ അനുഗാമികളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ദൈവം കണ്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമായിരുന്നു അത്. ദൈവത്തിന്റെ സിംഹാസനം പിടിച്ചെടുക്കണമെന്നതായിരുന്നു ലൂസിഫറിന്റെ ലക്ഷ്യം എന്നിങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.